നമസ്കാരം, ഞാൻ ഡോക്ടർ നവ്യ. ഞാൻ ലൂർദസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഒരു മാജിക് ഡയറ്റിനെ പറ്റിയാണ്. അതായത് നമ്മളുടെ ജീവിതശൈലി രോഗങ്ങൾ, അതായത് ഡയബറ്റിസ്, പിന്നെ നമ്മളുടെ തൈറോയ്ഡ് നോഡ്യൂൾസ്, ചില തരത്തിലുള്ള ക്യാൻസേഴ്സ്, കാർഡിയോവാസ്കുലർ അസുഖങ്ങൾ, ഇവയൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു പവറുള്ള ഡയറ്റിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ആ ഡയറ്റാണ് മെഡിറ്ററേനിയൻ ഡയറ്റ്. അപ്പോൾ എന്താണ് ഈ മെഡിറ്ററേനിയൻ ഡയറ്റ്? അത് ആക്ച്വലി നമ്മൾ വിചാരിക്കുന്ന പോലുള്ള മെഡിറ്ററേനിയൻ ക്യൂസൈൻ അല്ല. അത് ആക്ച്വലി നമ്മളുടെ ഇറ്റലി, ഗ്രീസ് എന്നീ സ്ഥലങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ഡയറ്റാണ്. ഒരു 1960s അത് ഡിവൈസ് ചെയ്തത്. അപ്പം എന്താണത്? ബേസിക്കലി വലിയ കാര്യമൊന്നുമില്ല. അത് ആക്ച്വലി നമ്മൾ അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് എടുക്കുന്നതിനെയാണ് എൻകറേജ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? ആദ്യം തന്നെ വരുന്നത് ഹോൾ ഗ്രെയിൻസ് ആണ്, അതായത് മുഴുവൻ ധാന്യങ്ങൾ. അപ്പോൾ അതാണ് നമ്മളുടെ കാർബ് സോഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും. അപ്പോൾ ഇത് മൂന്നും, അതായത് ഹോൾ ഗ്രെയിൻസും ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മളൊരു 2 to 3 servings പെർ ഡേ എടുക്കണം. അവർ പ്രത്യേകമായിട്ട് പറയുന്ന ഫ്രൂട്ട്സ് ഓറഞ്ച്, പൊമഗ്രനേറ്റ്, ബെറീസ്, ഫിഗ്സ്, ഗ്രേപ്സ് ഒക്കെയാണ്. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോഴേക്കും അവർ ഓണിയൻ, ഗാർലിക്, പിന്നെ നമ്മളുടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പിന്നെ റാഡിഷ്, പിന്നെ വഴുതനങ്ങ, ഇവയൊക്കെയാണ് അവർ പ്രത്യേകമായിട്ട് പറയുന്ന വെജിറ്റബിൾസ്. അപ്പോൾ ഇത് മൂന്നും നമ്മൾ ഏകദേശം ഒരു 3 servings ഒക്കെ ഉപയോഗിക്കണം. പിന്നെ വരുന്നത് നമ്മളുടെ പയറുവർഗ്ഗങ്ങൾ, പ്രോട്ടീൻ സോഴ്സായിട്ട് വരുന്നത് പയറുവർഗ്ഗങ്ങൾ, സീ ഫുഡ്, അതായത് പ്രത്യേകിച്ച് സാൽമൺ, സാഡൻ, അതായത് ചാള പോലത്തെ സാധനങ്ങൾ. ഇതൊക്കെ നമ്മൾ ഒരു ആഴ്ചയിലൊരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ കഴിക്കേണ്ടതാണ് ആസ് എ പ്രോട്ടീൻ സോഴ്സ്. നമ്മൾ കുറയ്ക്കേണ്ടത് നമ്മൾ ഈ റെഡ് മീറ്റിൻ്റെ ഉപയോഗമാണ്, അതായത് നമ്മളുടെ ബീഫ്, മട്ടൺ അതുപോലുള്ള സാധനങ്ങൾ. മാത്രമല്ല നമ്മളുടെ മുട്ട, ലോ ഫാറ്റ് ഡയറി, ഇതൊക്കെ നമ്മൾ മാക്സിമം കുറയ്ക്കേണ്ടതാണ്. പിന്നെ വൈൻ അവിടുത്തെ രാജ്യങ്ങളിലേക്കുള്ളൊരു പ്രധാനപ്പെട്ട വിഭവമാണ്. അതൊരു മോഡറേഷനിൽ കഴിക്കാമെന്നും ഈ ഡയറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫാറ്റ് സോഴ്സ് നമുക്ക് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലിൽ നിന്ന് വരണം, നട്ട്സെന്നും സീഡ്സ്, അവക്കാഡോസ് എന്നൊക്കെ വരണം. അപ്പോൾ പ്രോട്ടീൻ സോഴ്സ് നമ്മൾക്ക് പയറുവർഗ്ഗങ്ങളിൽ നിന്നും നമ്മളുടെ ഫിഷ് ഐറ്റംസിൽ നിന്നും, അതായത് ചാല, സാൽമൺ എന്നീ ഫിഷുകളിൽ നിന്ന് വരണം. പോൾട്രി വളരെ കുറച്ചേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് ചിക്കൻ അതുപോലത്തുള്ള സാധനങ്ങളൊക്കെ ആഴ്ചയിൽ 1 പ്രാവശ്യമൊക്കെ അവർ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. തീരെ അവോയ്ഡ് ചെയ്യേണ്ടത് റെഡ് മീറ്റ്, പ്രോസസ്ഡ് ഫുഡ്, പിന്നെ അവോയ്ഡ് ചെയ്യേണ്ടത് ഷുഗർ. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ആക്ച്വലി വെയിറ്റ് ലോസും വരും, പല ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും സാധിക്കും. ഇത് ബേസിക്കലി ഒരു പ്ലാന്റ് ബേസ്ഡ് ഡയറ്റാണ്. പിന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്കിത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് നമ്മുടെ വെയിറ്റ് ലോസിനെയും ബാക്കി വെൽബീയിങ്ങിനെയും എയ്ഡും ചെയ്യും.